സെപ്റ്റംബർ 25 വാഴ്ത്തപ്പെട്ട ഹെർമൻ ജർമ്മനിയിലെ സ്വാംബിയയിൽ 1013 ഒരു വികലാംഗനായി ജനിച്ചു. പിളർപ്പ്, സെറിബ്രൽ പാൾസി, സ്പൈൻ ബൈഫിഡ എന്നിവ ബാധിച്ചിരുന്നു. 7-ാമത്തെ വയസ്സിൽ കോൺസ്റ്റൻസ് തടാകത്തിനു തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബെനഡിക്റ്റൻ മൊണാസ്ട്രിയിലെ സന്യാസിമാരുടെ സംരക്ഷണത്തിനായി മാതാപിതാക്കൾ അവനെ ഏൽപ്പിച്ചു. അദ്ദേഹം തൻ്റെ മതപരമായ പ്രതിജ്ഞകൾ ചെയ്തു. 20-ാം വയസ്സിൽ ബെനഡിക്റ്റൻ സന്യാസിയായി. വാഴ്ത്തപ്പെട്ട ഹെർമന് തീക്ഷ്ണമായ മനസ്സായിരുന്നു. അദ്ദേഹം ലാറ്റിൻ, ഗ്രീക്ക്, അറബിക് ഭാഷകളിൽ പ്രാവീണ്യം നേടി. ദൈവശാസ്ത്രം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയിൽ പ്രബന്ധങ്ങൾ എഴുതി. ശാരീരിക അസ്വസ്ഥതകൾ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന് വളരെയധികം കഷ്ടപ്പാടുകൾ വരുത്തിയെങ്കിലും വാഴ്ത്തപ്പെട്ട ഹെർമൻ ഒരിക്കലും പരാതിപ്പെട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹം സന്തോഷവാനായ ഒരു മനുഷ്യനായിരുന്നു. താൻ സംസാരിക്കുന്നവരോട് എപ്പോഴും പുഞ്ചിരിക്കുകയും ആശ്രമത്തിനുള്ളിൽ എല്ലാവർക്കും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും വിളക്കായി മാറുകയും ചെയ്തു. പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹം അന്ധനായപ്പോൾ അദ്ദേഹം സ്തുതിഗീതങ്ങൾ എഴുതാൻ തുടങ്ങി. അതിൽ ഏറ്റവും അറിയപ്പെടുന്നത് സാൽവ് റെജീന, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയാണ്. ക്രിസ്തുവിൻ്റെ ജനനം മുതൽ 1054 വരെയുള്ള ലോക ചരിത്രത്തിലാണ് ഹെർമൻ്റെ പ്രധാന കൃതി. സംഗീതത്തെക്കുറിച്ച് അദ്ദേഹം ഒരു സൈദ്ധാന്തിക ഗ്രന്ഥം എഴുതി. 1054 മരണമടഞ്ഞു. ഗണിത, ജ്യോതിശാസ്ത്ര കൃതികളും അദ്ദേഹം എഴുതി. കന്യാസ്ത്രീകളെ അഭിസംബോധന ചെയ്ത ഡി ഒക്ടോ വിറ്റസ് പ്രിൻസിപ്പലിബസ് എന്ന കവിതയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഏറ്റവും വിജയിച്ചത്.